ഞാന് മാഡത്തിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ആ മൈതിലി താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മോൻ മൊത്തം അരിച്ചു പെറുക്കി. വാള് പോയിട്ടൊരു മുള്ളു പോലും അവിടുന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ മൈതിലി ചെമ്പകമംഗലത്ത് നിന്ന് മോഷ്ടിച്ച വാള് ഞാൻ കണ്ടു. എവിടെ വെച്ച്? അതൊന്നും വേണ്ട, അതൊന്നും എന്നോട് ചോദിക്കുകയായിരുന്നു. നമുക്കിടയിലുള്ള മൂടൽ മഞ്ഞ് നീങ്ങിക്കഴിഞ്ഞു. മാഡം കാര്യം എന്താണെന്ന് വെച്ച് തുറന്നു പറയേ. മിസ്റ്റർ ഗോപൻ, ഞാൻ വിളിച്ചത് ആ വാളിന്റെ കാര്യം പറയാനല്ലേ? അതെ. എന്റെ തറവാട്ടിൽ നിന്ന് ഒരു മുതല് പോയാല് അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കും കൂടിയല്ലേ? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാഡം. മാഡത്തിന്റെ തലയണ കീഴിൽ തപ്പിയാൽ പെട്ടെന്ന് കിട്ടും. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ മാഡം ഇങ്ങനെ തരംതാണ അഭ്യാസമൊക്കെ? ആ ഉടവാളുടെ റിസീവറായ എനിക്ക് അവിടെ വന്ന് എല്ലാവരുടെയും കൈവിരൽ അടയാളം എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ മാഡത്തിന്റെ ബെഡ്റൂം പരിശോധിക്കാൻ പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ഈ കച്ചവടത്തിൽ മാഡം എന്നെ കൂടി പങ്കാളിയാക്കുമെന്ന് കരുതിയ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഞാൻ അറിയാതെ ആ വാൾ ചെമ്പകമംഗലം വിട്ട് ഇറക്കാനോ പുറത്ത് കച്ചവടം ചെയ്യാനോ മാഡത്തിനാവില്ല. വെറുതെ ചെമ്പകമംഗലത്തിന്റെ അറയിൽ സമാധിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നത്? നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കാം. ആ വാൾ മാഡം എടുത്തതെന്ന് എനിക്കും മാഡത്തിന് നന്നായി അറിയാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം മാഡം. മാഡത്തിന് ആ വാൾ വിൽക്കണം അല്ലേ? അതെ. ആ, കാര്യം നടന്നിരിക്കും. പക്ഷേ എനിക്കുള്ള ഷെയർ കിട്ടിയിരിക്കണം. ശരി, സമ്മതിച്ചു. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. നിയമപ്രകാരം ഒന്നുകിൽ മോഷണം പോയ വാൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാൾ മോഷ്ടിച്ച ആളെ കണ്ടെത്തണം. അത് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന ഡെമോക്ലസിന്റെ വാളായി മാറും. മിസ്റ്റർ ഗോപൻ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ഇതൊന്നും സാധ്യമല്ലേ? മാഡം, ഞാൻ വളരെ സമാധാനപൂർവ്വം പറയുക. ഞാൻ പറയുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് മാഡം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ, ധനനഷ്ടം, അതിലുപരി മാനഹാനി. എല്ലാ രീതിയിലും മാഡം ഒറ്റപ്പെടും. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിന്റിലെത്തി അന്തം വിട്ട് നിൽക്കേണ്ടി വരും മാഡത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാഡം ചെയ്യണം. ചെയ്തേ തീരൂ. ഇതിപ്പോ ഞാൻ ആകെ പെട്ടുപോയല്ലേ ഈശ്വര. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ തന്നെ മാഡം പണി തുടങ്ങിയിരിക്കണം. ഹലോ, അവളുടെ ജീവനെങ്ങാനും ഇപ്പൊ പോയിരുന്നെങ്കിൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പോയനെ. കോടികളാ നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തി കെട്ടിയപ്പോ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പ തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോ സാറിന് പ്രശ്നമൊന്നുമില്ല. അവളെ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ. ഇനി വാളെവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട്ട് നോക്കി 2 പൂശ പൂശാ മതി. തത്ത പറയുന്ന പോലെ അവള് പറയും. എടാ, അവളത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞവിടെ
കുഞ്ഞിന്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കൊള്ളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നേക്ക. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാടാ കൊണ്ടുപോയി കളഞ്ഞത്? എന്താ, നീ എന്നെ വിരട്ടുവാണോ? എന്റെ കുഞ്ഞെവിടെ? ആ വാളെവിടെ? വാളോ? അതെ, ഉടവാള്. ചെമ്പകമംഗലത്തുകാരുടെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ വാള്. വാളല്ലേ ദുഷ്ട ഞാൻ നിനക്ക് കൊണ്ടുതന്നത്. ഇത്രയും നാൾ ആ ചെമ്പകമംഗലത്ത് നിന്ന് അവരുടെയൊക്കെ ആട്ടും തുപ്പും ചീത്തവിളിയും കേട്ട് ഞാൻ കഷ്ടപ്പെട്ട് കട്ടെടുത്ത മരതക വാള്. എന്റെ ഭർത്താവിനെ പോലും ചതച്ച് വെറുപ്പിച്ച് ഞാൻ കൂടെ നിന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ വിറ്റല്ലേ? എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി. ചോദ്യൻ ചതിച്ചത് നീയാണ്. നീ ഒറിജിനൽ വാളും മറ്റാർക്കോ വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാള് കൊണ്ടുവന്ന് എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? കള്ളം പറയുന്നോ നീ? നീ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നോ? നിന്നെ പോലൊരു വഞ്ചകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊന്നു കളയോടി നിന്നെ ഞാൻ. കൊല്ലടാ, കൊല്ല്.